Climate change on a topic. The rise in the average temperature due to an increase in the concentration of greenhouse gas is termed as climate change. The rise in the average temperature, ഒരു average temperatureൽ rise ഉണ്ടാവാം due to the greenhouse gases കാരണം average temperatureൽ rise ഉണ്ടാവുകയാണെങ്കിൽ it is termed as climate change. അതിനാണ് നമ്മൾ climate change എന്ന് വിളിക്കുന്നത്. Greenhouse gas is a natural process that warms the earth. ഗ്രീൻഹൗസിൻ്റെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. പക്ഷെ അതിൻ്റെ എഫക്റ്റ് പറഞ്ഞാൽ അത് വാം ചെയ്യും, നമ്മളെ ചൂടാക്കും, നമ്മളെ എർത്ത് സർഫേസ്. അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് വാട്ടർ വേപ്പർ, നൈട്രജൻ ഓക്സൈഡ് എക്സെട്ര. വെൻ ദി പ്രൊപ്പോർഷൻ ഓഫ് ദീസ് ഗ്യാസസ് ആർ സ്റ്റേബിൾ ദ എഫക്റ്റ് ഈസ് ബെനിഫിഷ്യൽ. ഈ ഗ്യാസസിൻ്റെ ഒക്കെ പ്രൊപ്പോർഷൻ അളവ് മറ്റേ സ്റ്റേബിൾ കറക്റ്റ് ആണെങ്കിൽ അത് നമുക്ക് ബെനിഫിഷ്യലാണ്. ബട്ട് അത് കൂടുതലാണെങ്കിൽ അത് നന്നായിട്ട് എഫക്റ്റ് ചെയ്യും. ബട്ട് ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആർ ഇൻക്രീസിങ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദീസ് ഗ്യാസസ്. അതിനേക്കാളും കൂടുതൽ ഹ്യൂമൻ്റെ ആക്ടിവിറ്റീസാണ് കൂടുതലും ഈ ഗ്യാസസിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടാൻ കാരണം അറ്റ്മോസ്ഫിയറിൽ. ബേണിംഗ് ഫോസിൽ ഫോയിൽസ്, വെഹിക്കിൾസിൽ നിന്ന് വരുന്ന ഫോയിൽസ്, പവർ പ്ലാന്റ്സ്, ബേണിംഗ് ഓഫ് ട്രീസ്, ഇതൊക്കെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് നന്നായിട്ട് എമിറ്റ് ചെയ്യും. അടുത്ത് ദ നെറ്റ് എഫക്റ്റ് ഓഫ് ഗ്രാജുവൽ ഹീറ്റിംഗ് ഓഫ് എർത്ത് അറ്റ്മോസ്ഫിയർ ആൻഡ് സർഫസ് പ്രോസസ് ഇസ് നോൺ ആസ് ഗ്ലോബൽ വാർമിംഗ്. നെറ്റ് എഫക്റ്റ് ഓഫ് ഗ്രാജുവൽ ഹീറ്റിംഗ് ഓഫ് എർത്തിനെ ഗ്രാജുവലി ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അത് അറ്റ്മോസ്ഫിയറിനെ ഒക്കെ മൊത്തത്തിൽ നന്നായിട്ട് ചൂടാക്കും. അത് ലീഡ് ചെയ്യും ഗ്ലോബൽ വാർമിങ്ങിലേക്ക്. സോ ദിസ് ഈസ് ദ പ്രോസസ് ഈസ് നോൺ ആസ് ഗ്ലോബൽ വാർമിംഗ്. ക്ലൈമറ്റ് ചേഞ്ച് ഈസ് ദ ഗ്രേറ്റസ്റ്റ് എൻവിറോൺമെൻറ്റൽ ത്രെറ്റ് കൺഫ്രണ്ടിങ് ദി വേൾഡ്. മറ്റേ ക്ലൈമറ്റ് ചേഞ്ച് പറഞ്ഞാൽ ഏറ്റവും വലിയ ത്രെറ്റാണ് ഈ മറ്റേ എൻവിറോൺമെൻറ്റിൽ. മൊത്തം വേൾഡിനെയും ത്രെട്ടൺ ചെയ്യാൻ പറ്റുന്ന ഒരു എഫക്റ്റാണ് ഈ ക്ലൈമറ്റ് ചേഞ്ച്. Climate change is about abnormal variations in climate and the effect of these variations to climate. Abnormal ആയിട്ടുള്ള വേരിയേഷൻസ് ക്ലൈമറ്റിൽ ഉണ്ടാകുമ്പോഴാണ് ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാവുക. The climate change has become a global concern over the last few decades. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഗ്ലോബലി കൺസേൺ ചെയ്യുന്ന ടോപ്പിക്കാണ് ഈ ക്ലൈമറ്റ് ചേഞ്ച്. ഇതിന് കോസസ് ഉണ്ട്. മെനി തിങ്സ് ക്യാൻ കോസ് ക്ലൈമറ്റ് ചേഞ്ച്, ബോത്ത് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. രണ്ട് ഫാക്ടേഴ്സും എഫക്റ്റ് ചെയ്യും. നാച്ചുറൽ കോസസ് ആണ് ഫസ്റ്റ് തന്നെ. കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ്, ഭൂഖണ്ഡം, അത് നന്നായിട്ട് എഫക്റ്റ് ചെയ്യും. അടുത്തത് വോൾക്കനോസ് എന്ന് പറഞ്ഞാൽ അഗ്നിപർവ്വതം. നമ്മളെ മൗണ്ടൻ ഹില്ല് എന്നൊക്കെ ക്രാക്കർ വരുമ്പം അവിടെ നിന്ന് ഒരു ലാവ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും. അതിനാണ് വോൾക്കനോസ് പറഞ്ഞത്. അത് അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്യും നമ്മളെ ക്ലൈമറ്റിനെ, അറ്റ്മോസ്ഫിയറിനൊക്കെ. അതേപോലെ കട്ടിങ് ഡൗൺ ട്രീസ്. ഈ ട്രീസ് കട്ട് ചെയ്യുന്നതോടുകൂടി കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേ നിൽക്കും നമ്മളെ എഫക്റ്റ് അറ്റ്മോസ്ഫിയറിൽ. കാരണം മരങ്ങൾ ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് ബേണിംഗ് കോൾ, ഓയിൽ ആൻഡ് ഗ്യാസ് വിച്ച് പ്രൊഡ്യൂസ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് നൈട്രേറ്റ്സ്. ഇതൊക്കെ ബേൺ ചെയ്യുമ്പോൾ കാർബൺ ഡയോക്സൈഡും നൈട്രേറ്റ്സും പ്രൊഡ്യൂസ് ചെയ്യും. അതേപോലെ യൂസിങ് ഹൈ ട്രാൻസ്പോർട്ടേഷൻ. ഇന്ന് മോസ്റ്റ് കാർസ്, ബസ് എല്ലാം ഫോസിൽ ഫ്യൂൽസാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് വലിയൊരു കോൺട്രിബ്യൂഷനാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസിലേക്ക്, എസ്പെഷ്യലി കാർബൺ ഡയോക്സൈഡ് എമിഷൻസ്. അടുത്തത് ഹ്യൂമൻ കോസസ്. ഇലക്ട്രിസിറ്റി ഈസ് എ മെയിൻ സോഴ്സ് ഓഫ് പവർ ഇൻ അർബൻ ഏരിയാസ്. ഇലക്ട്രിസിറ്റി ആണ് മെയിൻ സോഴ്സ് ഓഫ് പവർ അർബൻ ഏരിയാസിലൊക്കെ. ഓൾ അവർ ഗാഡ്ജറ്റ്സ് റൺ ഓൺ ഇലക്ട്രിസിറ്റി ജനറേറ്റഡ് മെയിൻലി ഫ്രം തേർമൽ പവർ പ്ലാന്റ്സ്. നമ്മളെല്ലാ ഗാഡ്ജറ്റും, ഫോണ്, TV അങ്ങനെ എല്ലാം ജനറേറ്റ് ചെയ്യുന്നത് തേർമൽ പവർ പ്ലാന്റ്സിനാണ്. ഈ പവർ പ്ലാന്റ്സ് റൺ ചെയ്യുന്നത് ഫോസിൽ ഫ്യൂൽസിലാണ്. സോ ഇറ്റ് ഈസ് മെയിൻലി റെസ്പോൺസിബിൾ ഫോർ ദി എമിഷൻ ഓഫ് ഹ്യൂജ് എമൗണ്ട് ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആൻഡ് അതർ പൊല്യൂട്ടൻസ്. We generate large quantity of waste in the form of plastic that remain in the environment for many years and cause damage. അതേപോലെ തന്നെ നമ്മളെ ഹ്യൂമൻസ് ലാർജ് ക്വാണ്ടിറ്റീസ് വേസ്റ്റ് ആണ് എൻവറോൺമെൻറ്റിൽ. പ്ലാസ്റ്റിക്സ് ഒക്കെ റിമെയിൻഡ് ആണ് നമ്മൾ കാരണം. നമ്മൾ ഇങ്ങനെ വലിച്ച് എറിയുന്നത് കൊണ്ട് അത് വലിയൊരു ഡാമേജ് ആണ്. കുറേ കാലങ്ങളായിട്ട് ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നമ്മൾ നേരിടുന്നത്. അടുത്ത ടിമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടി, നമ്മളെ കാട്ടിലൊക്കെ ഉണ്ടാകുന്ന മരത്തിനാണ് പറയുക. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് കൺസ്ട്രക്ഷൻ ഓഫ് ഹൗസസ് വിച്ച് മീൻസ് ദി ലാർജ് ഏരിയാസ് ഓഫ് ഫോറസ്റ്റ് ഹാവ് ടു ബി കാരണം ഹൗസസിനും ഫ്ലാറ്റ്സിനും എല്ലാത്തിനും ഇത് നന്നായിട്ട് യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഫോറസ്റ്റിലുള്ള ലാർജ് ഏരിയാസിലെ ട്രീസ് എല്ലാം കട്ട് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്.
അടുത്തത് ഗ്ലോബൽ വാർമിംഗ് ആണ് അടുത്ത ടോപ്പിക്. ഈ ഗ്ലോബൽ വാർമിംഗ് ഈസ് ദി കറന്റ് റൈസ് ഇൻ ടെമ്പറേച്ചർ ഓഫ് ദി എയർ ആൻഡ് ഓഷ്യൻസ്. എയറിലും ഓഷ്യൻസിലൊക്കെ കറന്റ് ടെമ്പറേച്ചർ കൂടിക്കൊണ്ടേ നിൽക്കുക, കറൻ്റായിട്ട് റൈസ് ചെയ്തുകൊണ്ടേ നിൽക്കുകയാണ് ടെമ്പറേച്ചർ. അതിനാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഹാപ്പൻസ് ബിക്കോസ് ഹ്യൂമൻസ് ബേൺ കോൾ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് ആൻഡ് കട്ട് ഡൗൺ ഫോറസ്റ്റ്. ഹ്യൂമൻസ് കോൾ ഓയിലൊക്കെ ബേൺ ചെയ്യുന്നതുകൊണ്ടും വുഡ്സൊക്കെ ഫോറസ്റ്റിൽ കട്ട് ഡൗൺ ചെയ്യുന്നതുകൊണ്ടാണ് മെയിൻ ആയിട്ടുള്ള ഈ പ്രോബ്ലം വരുന്നത്. ആവറേജ് ടെമ്പറേച്ചർ ടുഡേ ആർ അബൌട്ട് 1 ഡിഗ്രി സെൽഷ്യസ്. ഇന്നത്തെ ആവറേജ് ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഹയർ ദാൻ ബിഫോർ, മുമ്പത്തേനേക്കാളും കൂടുതലാണ്. പീപ്പിൾ സ്റ്റാർട്ടിങ് ബേണിങ് എ ലോട്ട് ഓഫ് കോൾ. കുറേ കോൾസ് ഒക്കെ ഈ മനുഷ്യന്മാർ കത്തിക്കുകയാണ്. സം പാർട്സ് ഓഫ് ദി വേൾഡ് ഇറ്റ് ഈസ് ലെസ്. ചില സ്ഥലത്ത് അത് കുറവാണ്, ചില സ്ഥലത്ത് അത് കൂടുതലാണ്. ഗ്ലോബൽ വാർമിംഗ് സിംപ്ലി മീൻസ് ചേഞ്ച് ഇൻ ദ ക്ലൈമറ്റ് ഓഫ് എർത്ത്. എർത്തിലെ ക്ലൈമറ്റിൽ മാറ്റം വരിക ഡ്യൂ ടു ദി വേരിയസ് നാച്ചുറൽ ആൻഡ് മാൻമെയ്ഡ് ഫാക്ടേഴ്സ്. നാച്ചുറലായിട്ടും മാൻമെയ്ഡ് ഫാക്ടേഴ്സും ആയിട്ടാണ് ഇത് ഗ്ലോബൽ വാർമിങ്ങിന് ഉണ്ടാവാനുള്ള കാരണം. ഇറ്റ് ഈസ് എ സ്റ്റഡി ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ദാറ്റ് എഫക്ട് ദി ഹോൾ വേൾഡ്. ടെമ്പറേച്ചറിലുള്ള സ്റ്റഡി ഇൻക്രീസ് ആണ് ഇതിൻ്റെ മെയിൻ കാരണം. അത് മൊത്തം വേൾഡിനെ എഫക്റ്റും ചെയ്യും. ഇറ്റ് ഈസ് എൻവിറോൺമെൻറ്റൽ ചാലഞ്ച് ഓഫ് ദി വേൾഡ്. ലോകത്തിലൊരു ചാലഞ്ചാണ്, എൻവിറോൺമെൻറ്റൽ ചാലഞ്ചാണ് ഈ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞാൽ. വി ഹ്യൂമൻസ് ആർ മോസ്റ്റ്ലി റെസ്പോൺസിബിൾ ഫോർ ഗ്ലോബൽ വാർമിംഗ്. നമ്മൾ മനുഷ്യന്മാരാണ് ഏറ്റവും കൂടുതൽ കാരണം ഈ ഗ്ലോബൽ വാർമിങ്ങിന്. ഇതിൻ്റെ കോസസ് 2 ടൈപ്സ് ഉണ്ട്, നാച്ചുറലും മാൻമെയ്ഡും ഉണ്ട്. അതിൽ മാൻമെയ്ഡ് കോസസ് ആണ് കട്ടിംഗ് ഡൗൺ ട്രീസ്. ദിസ് ഈസ് വൺ ഓഫ് ദ മേജർ റീസൺ ഫോർ ഗ്ലോബൽ വാർമിംഗ്. ഡ്യൂ ടു ലാക്ക് ഓഫ് ട്രീസ്, ഈ മരങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ excessive amount of greenhouse gases are getting absorbed to the atmosphere. അറ്റ്മോസ്ഫിയറിലേക്ക് ഗ്രീൻ ഹൗസ് ഗ്യാസസ് നന്നായിട്ട് അബ്സോർവ് ആണ് ഈ മരങ്ങളില്ലാത്തത് കൊണ്ട്. അത് ഗ്ലോബൽ വാർമിങ്ങിലേക്ക് ലീഡ് ചെയ്യും. അതേപോലെ ലാൻഡ് ഫിൽസ്, നിലം നികത്തുന്നത്, ഇറ്റ് വിൽ പ്രൊമോട്ട് ഗ്ലോബൽ വാർമിംഗ്. ദീസ് ഡംപ്ഡ് വേസ്റ്റ്, നമ്മൾ ഡംപ് ചെയ്യുന്ന വേസ്റ്റുകളൊക്കെ റിലീസ് ചെയ്യും നൈട്രോജൻ ഓക്സൈഡും ഡേഞ്ചറസ് ആയിട്ടുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസും. അത് അത്രയും ഹാംഫുള്ളാണ് മൊത്തം എൻവിറോൺമെൻറ്റിനും, പരിസ്ഥിതിയെ വല്ലാണ്ട് അത് എഫക്റ്റ് ചെയ്യും. സോ ദിസ് ഈസ് എ മേജർ ഫാക്ടർ ഓഫ് ഗ്ലോബൽ വാർമിംഗ്. അടുത്ത ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂൽ. ഇറ്റ് അഡ്വേഴ്സ്ലി എഫക്ട് ദി അറ്റ്മോസ്ഫിയർ ആൻഡ് ലീഡ് ടു ദി ഗ്ലോബൽ വാർമിംഗ്. പിന്നെ എക്സോസ്റ്റ് ഫ്രം വെഹിക്കിൾസ്, വാഹനങ്ങളിൽ നിന്നുള്ള പുറന്തള്ളൽ. ഈ സ്റ്റഡീസ് ഒക്കെ പ്രൂവ് ചെയ്യുന്നുണ്ട് ഈ വെഹിക്കിൾസ് എന്നുള്ള എക്സോസ്റ്റ് ഫ്രം വെഹിക്കിൾസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ മോർ ദാൻ 35% ഓഫ് ദി ഗ്ലോബൽ വാർമിംഗ്. 35%-ലധികം ഗ്ലോബൽ വാർമിങ്ങിന് കാരണം ഈ എക്സോസ്റ്റ് ഫ്രം വെഹിക്കിൾസ് ആണ്. ഈ വെഹിക്കിൾസ് റൺ വിത്ത് ആൻ എൻജിൻ ദാറ്റ് യൂസസ് ഫോസിൽ ഫ്യൂൽ. നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ വെഹിക്കിൾസിൻ്റെ എൻജിനും ഫോസിൽ ഫ്യൂൽ ആണ്. സോ അത് ഹാംഫുൾ ആണ് അറ്റ്മോസ്ഫിയറിന്. പവർ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ വൈദ്യുതി നിലയം. സ്റ്റഡീസ് ഹാസ് പ്രൂവ്ഡ് ദാറ്റ് പവർ പ്ലാന്റ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ മോർ ദാൻ 14% ഓഫ് ദി ഗ്ലോബൽ. മൊത്തം ഒരു 40% ഗ്ലോബൽ വാർമിങ്ങിൻ്റെ കാരണം ഈ പവർ പ്ലാന്റ്സ് ആണ്. അതേപോലെ ഓവർ പോപ്പുലേഷൻ, അതും വളരെ വലിയ റിസ്ക് ആണ്. ഈ പോപ്പുലേഷൻ കൂടുന്നതും ഗ്ലോബൽ വാർമിങ്ങിനെ അഡ്വേഴ്സ്ലി നന്നായിട്ട് എഫക്റ്റ് ചെയ്യും. അടുത്ത കോൺസിക്വൻസ് ഓർ എഫക്റ്റ് ഓഫ് ഗ്ലോബൽ വാർമിംഗ്. അതിന് കുറേ കോൺസിക്വൻസും എഫക്റ്റും ഉണ്ടായില്ല. ഒന്നാമത്തത് വാമർ ക്ലൈമറ്റ്, ക്ലൈമറ്റിനെ നന്നായിട്ട് ചൂടാക്കും ഗ്ലോബൽ വാർമിങ്. അതേപോലത്തെ റൈസ് ഓഫ് ദി സീ ലെവൽ കൂട്ടിക്കൊണ്ടേ നിൽക്കും. അതെന്ന് പറഞ്ഞാൽ ഈ ഗ്ലാസ് ട്രീസ്, ഐസ് ഷീറ്റ്സ്, ഗ്രീൻലാൻഡ്, അറ്റ്ലാന്റിക് അതൊക്കെ മെൽറ്റ് ആവും. അപ്പോൾ ഈ വാട്ടർ സീ ലെവലിലേക്ക് നന്നായിട്ട് കൂടും. അത് കോസ് ചെയ്യുന്നത് വളരെ ഡേഞ്ചറസ് ഉള്ള എഫക്റ്റാണ് അത്. അപ്പോൾ അത് ലീഡ് ചെയ്യും സുനാമി, അങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. അടുത്തത് ടെമ്പറേച്ചർ ഇൻക്രീസ്. there is a global increase in the temperature due to the global warming. ഗ്ലോബലായിട്ട് ഇൻക്രീസ് ചെയ്യാണ് ഈ ടെമ്പറേച്ചർ ഗ്ലോബൽ വാർമിംഗ് കാരണം. ആസ് എ സ്റ്റഡി റിപ്പോർട്ട് ദ ടെമ്പറേച്ചർ ഹാസ് ഇൻക്രീസ്ഡ് ബൈ 1.5 ഡിഗ്രി സിൻസ് 1818. ഈ ടെമ്പറേച്ചർ 1.5 ഡിഗ്രിയാണ് കൂടിക്കൊണ്ടേ നിന്നത് ഈ 1880 വരെ. ഇതെന്ന് പറഞ്ഞാൽ വേഴ്സ്റ്റ് ആയിട്ടുള്ള ഇറിവേഴ്സിബിൾ എഫക്റ്റ് ആണ്, മാറ്റാൻ പറ്റാത്ത അത്രയും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് ആണ് ഈ ടെമ്പറേച്ചർ കൂടുക എന്ന് പറഞ്ഞാൽ. അടുത്ത മെൽറ്റിംഗ് ഓഫ് ഐസ്. ഈ ഡ്യൂ ടു ദി ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ദ ഐസ് ഇൻ ദ പോളാർ ബെൽറ്റ് ആർ സ്റ്റാർട്ടഡ് ടു മെൽറ്റ് റാപ്പിഡ്ലി. ഈ ടെമ്പറേച്ചർ ഗ്ലോബലി കൂടുന്നതുകൊണ്ട് ഈ പോളാർ ബെൽറ്റിലൊക്കെ ഉള്ള ഐസ് വല്ലാണ്ട് മെൽറ്റ് ആണ് ചെയ്യുക. ദിസ് ലീഡ് ടു ദി ഇൻക്രീസ് ഇൻ സീ ലെവൽ. അപ്പോൾ ആ സീ ലെവലിൽ നന്നായിട്ട് ഇൻക്രീസ് ചെയ്യും. എല്ലാ സീസണും കടലുകളൊക്കെ വെള്ളം വല്ലാണ്ട് കൂടും. അടുത്തത് വൈഡ് സ്പ്രെഡ് ഡിസീസസ്. ഈ ഡിസീസസ് ഒക്കെ ഈ ടെമ്പറേച്ചർ കൂടുമ്പോൾ അത് പല സ്ഥലത്തും വേരിയേഷൻസ് ഉണ്ടാവും. പല സ്ഥലത്തും ടെമ്പറേച്ചർ ഓരോ പോലെയാണ് ഉണ്ടാവുക.
ഹീറ്റും ഹ്യൂമിഡിറ്റി ഒക്കെ കൂടുമ്പം പല ഏരിയാസിലും പല പ്രശ്നങ്ങളും വരും. ഈ മോസ്കിറ്റോസിൻ്റെ ബ്രീഡിംഗ് ഒക്കെ കാരണം പല ഡെങ്കി ഫീവർ അങ്ങനെ ഓരോ ഫീവർ വരും. ഈ ഡിസീസ് ഒക്കെ ഒരു പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസിലേക്ക് ക്യാരി ചെയ്യാണ്. അതുകൊണ്ട് തന്നെ ദിസ് ക്യാൻ സ്പ്രെഡ് ലോട്ട് ഓഫ് ഡിസീസസ്. അടുത്ത ഡ്രഫ്റ്റ്, വരൾച്ച. Due to the increase in evaporation rates from the river, sea, lake and even soil also increases. ഈ ഡ്യൂ ടു ഇൻക്രീസ് ഇൻ ദി ടെമ്പറേച്ചർ കൂടുമ്പം ഈ ഇവാപ്പറേഷൻ റേറ്റ്സും സീയിൽ, റിവറിൽ, സോയിൽ വരെ കൂടും. സോ ഇറ്റ് ഈസ് ഇൻക്രീസസ് ദി ചാൻസ് ഓഫ് ഡ്രഫ്റ്റ്. അപ്പം അത് വരൾച്ചേൻ്റെ കാരണം കൂട്ടും. അടുത്ത കോസ്റ്റൽ സിറ്റീസ് അറ്റ് ഹൈ റിസ്ക്. ഈ തീരപ്രദേശങ്ങളൊക്കെ ഭയങ്കര റിസ്കിലാണ്. കാരണം മോസ്റ്റ് ഓഫ് ദി സിറ്റീസ് ഇൻ കോസ്റ്റൽ ഏരിയാസ് ആർ അറ്റ് ഹൈ റിസ്ക് ഡ്യൂ ടു ദി ഇൻക്രീസ് ഇൻ ദി ലെവൽ ഓഫ് വാട്ടർ. വാട്ടറിൻ്റെ ലെവൽ കൂടുമ്പം ഈ സ്ഥലത്തുള്ളവർക്കൊക്കെ ഭയങ്കര ഡേഞ്ചറാണ്. അത് ഗ്ലോബൽ വാർമിങ്ങിലേക്ക് ലീഡും ചെയ്യും. അതേപോലെ റിഡക്ഷൻ ഇൻ ഹ്യൂമൻ. There will be a lot of reduction in the population due to the various factors. പല ഫാക്ടേഴ്സ് കാരണം ഈ ആൾക്കാരെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ലോകത്ത്. ഈ അൺബിയറബിൾ, സഹിക്കാനാവാത്ത ടെമ്പറേച്ചർ, പിന്നെ വൈഡ് സ്പ്രെഡ് ഓഫ് ഡിസീസസ്. ഈ അസുഖങ്ങൾ എല്ലാ സ്ഥലത്തേക്കും വല്ലാണ്ട് സ്പ്രെഡ് ആവുന്നു. അതേപോലെ എയർ, വാട്ടറിലൊക്കെ വല്ലാണ്ട് പൊല്യൂട്ടഡ് ആണ്. ഇതൊക്കെ അത്രയും പോപ്പുലേഷനെ നന്നായിട്ട് എഫക്റ്റ് ആണ് ചെയ്യുന്നത്. അതിൽ സ്റ്റെപ്സ് ടു പ്രിവെൻറ്റ് ഗ്ലോബൽ വാർമിംഗ്. എന്തൊക്കെ സ്റ്റെപ്സ് നമുക്ക് ഗ്ലോബൽ വാർമിംഗ് ഒന്ന് തടയാൻ നമുക്ക് പറ്റുന്നതാണ് പറയുന്നത്. ആദ്യത്തെ, വി ക്യാൻ സ്വിച്ച് ടു സോളാർ പാനൽ ആൻഡ് അതർ എനർജി. നമുക്ക് സോളാർ പാനലിലേക്ക് മാറാം. ഒരു പോയിന്റ്, എഫിഷ്യൻ്റ് ആയിട്ടുള്ള എനർജി അപ്ലയൻസ് യൂസ് ചെയ്യുക, വിച്ച് സേവ് ബോത്ത് മണി ആൻഡ് ഓൾസോ റെഡ്യൂസസ് ദി കാർബൺ ഫുട് പ്രിൻറ്റ്. നമുക്ക് മണിയും സേവ് ചെയ്യുക, കാർബൺ ഫുട് പ്രിൻറ്റും നമുക്ക് റെഡ്യൂസ് ചെയ്യാം. അതേപോലെ ടേൺ ഓഫ് ദി ലൈറ്റ് ആൻഡ് ദി അതർ ഇലക്ട്രോണിക് ഡിവൈസ് ഇഫ് ദേ ആർ നോട്ട് യൂസ്. നമ്മൾ ഇലക്ട്രോണിക് ഡിവൈസസ് വീട്ടിലൊക്കെ ഉള്ള ഇലക്ട്രോണിക് ഡിവൈസ്, ടി വി, ഫ്രിഡ്ജ്, ലൈറ്റ്, ഫാൻ, അങ്ങനെ എല്ലാ ഇലക്ട്രോണിക് ഡിവൈസസും വേണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഓഫ് ചെയ്യുക. പ്ലാൻ മോർ ട്രീസ്, ദിസ് ഹെൽപ്പ് ഇൻ റെഡ്യൂസ് ഗ്ലോബൽ വാർമിംഗ്. കൂടുതൽ ട്രീസ് പ്ലാൻ ചെയ്യുക, അത് ഗ്ലോബൽ വാർമിംഗ് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. ബൈ യൂസിങ് ഫ്യൂവൽ എഫിഷ്യൻറ്റ് വെഹിക്കിൾസ്, ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള വെഹിക്കിൾസ് യൂസ് ചെയ്യുക. പിന്നെ റീപ്ലേസ് റെഗുലർ ഇൻകാൻഡസെൻറ്റ് ലൈറ്റ് ബൾബ് വിത്ത് CFL ബൾബ്സ്. നമുക്ക് ഇൻകാൻഡസെൻറ്റ് ബൾബിൽ നിന്ന് CFL ബൾബിലേക്ക് സ്വിച്ച് ഓൺ ചെയ്യുന്നതാണ് നല്ലത്, റീപ്ലേസ് ചെയ്യാം. അടുത്തത് ക്യോട്ടോ പ്രോട്ടോക്കോൾ. ഈ ക്യോട്ടോ പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റർനാഷണൽ എഗ്രിമെൻ്റ് ആണ്. ദാറ്റ് എയിംഡ് ടു റെഡ്യൂസ് CO2 emissions and the presence of greenhouse gases in the atmosphere. അന്തരീക്ഷത്തിലെ ഗ്രീൻ ഹൗസ് ഗ്യാസസിനെ, CO2 എമിഷൻസിനെ റെഡ്യൂസ് ചെയ്യാനാണ് ഇതിൻ്റെ മെയിൻ എയിം. The essential principle of the Kyoto Protocol was that industrialized nation need to less the amount of their CO2. ഈ ഇൻഡസ്ട്രിയലൈസ് ചെയ്ത നേഷൻസ് ഒക്കെ ഒരു CO2ൻ്റെ എമൗണ്ട്, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എമൗണ്ട് കുറയ്ക്കണം എന്നാണ് ഇതിൻ്റെ എയിം. ദ പ്രോട്ടോകോൾ വാസ് അഡോപ്റ്റഡ് ഇൻ ക്യോട്ടോ. ക്യോട്ടോയിലാണ് ഇത് അഡോപ്റ്റ് ചെയ്തത് 1997. ഗ്രീൻ ഹൗസ് ഗ്യാസസ് were rapidly threatening out climate life on earth and planet. എർത്തിലെയും പ്ലാനറ്റിൻ്റെ ഒക്കെ ലൈഫിനെ വല്ലാണ്ട് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ചൂഷണം ചെയ്യാണ്. ടുഡേ ക്യോട്ടോ പ്രോട്ടോകോൾസ് ലിവ്സ് ഓൺ അതർ ഫോംസ് ആൻഡ് ഇറ്റ്സ് ഇഷ്യൂസ് ആർ സ്റ്റിൽ ഡിസ്കസ്. വേറൊരു ഫോമിൽ ഇന്നും ക്യോട്ടോ പ്രോട്ടോകോൾ ലോകത്തിൻ്റെ പല സ്ഥലത്തും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ ടു റെഡ്യൂസ് എമിഷൻ ഓഫ് ഗ്യാസസിൻ്റെ എമിഷനൊക്കെ ഒന്ന് കുറയ്ക്കാനും ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു ഗ്ലോബൽ വാർമിംഗിലേക്ക് ലീഡ് ചെയ്യുന്ന ഗ്യാസസ് ഒക്കെ ഒന്ന് അതിൻ്റെ എമിഷൻസ് ഒന്ന് റെഡ്യൂസ് ചെയ്യാനാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള എയിം. ഇതിന് കുറച്ച് സ്ട്രാറ്റജീസ് ഉണ്ട്. ഫസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ പ്ലേസ് റെസ്ട്രിക്ഷൻസ് ഓൺ ദ ബിഗ്ഗസ്റ്റ് പൊല്യൂട്ടേഴ്സ്. വലിയ ഈ പൊല്യൂട്ടേഴ്സിൻ്റെ ഒക്കെ കാര്യത്തിൽ ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്യാനാണ് അവരുടെ ഫസ്റ്റത്തെ പ്ലാന്. അടുത്തത് മാനേജ് ട്രാൻസ്പോർട്ടേഷൻ ടു സ്ലോ. ട്രാൻസ്പോർട്ടേഷൻസ് ഒക്കെ ഒന്ന് കുറയ്ക്കുക. ഈ ലോകത്ത് അത്രയും സ്പീഡിലാണ് എല്ലാ ട്രാൻസ്പോർട്ടേഷൻ നടന്നുകൊണ്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറേ അവിടുന്ന് ഫ്യൂവൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുറേ അത് പ്രശ്നങ്ങളുണ്ടായി ഗ്ലോബൽ വാർമിങ്ങിലേക്ക്. അപ്പോൾ അതൊക്കെ ഒന്ന് സ്ലോ ചെയ്യാൻ. പിന്നെ റെഡ്യൂസ് എമിഷൻസ് ഫ്രം ഓട്ടോമൊബൈൽസ് നിന്ന് എമിഷൻസ് ഒക്കെ ഒന്ന് കുറയ്ക്കാൻ. മേക്ക് ബെറ്റർ യൂസ് ഓഫ് റിന്യൂവബിൾ എനർജി സോഴ്സസ്. ബെറ്റർ യൂസ് ചെയ്യുക, റിന്യൂവബിൾ എനർജി സോഴ്സസ് കുറച്ച് ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യാം. സച്ച് ആസ് സോളാർ പവർ, വിൻഡ് പവർ, ബയോഡീസൽ ഒക്കെ കൂടുതൽ യൂസ് ചെയ്യുക ഇൻ ദി പ്ലേസ് ഓഫ് ഫോസിൽ ഫ്യൂൽസിൻ്റെ സ്ഥലത്ത് മറ്റേതൊക്കെ യൂസ് ചെയ്യാനാണ് പറയുന്നത്. ഈ സോളാർ പവറും വിൻഡ് പവറൊക്കെ അത് കുറച്ച് ബെറ്റർ ആയിട്ടുള്ള എനർജിയാണ് പ്രൊഡ്യൂസ് ചെയ്യുക.
ഈ ക്യോട്ടോ പ്രോട്ടോക്കോള് സെവറൽ മീൻസ് ഫോർ കൺട്രീസ് ടു റീച്ച് ദിയർ ടാർഗറ്റ്സ്. ക്യോട്ടോ പ്രോട്ടോക്കോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പല മീൻസും ഓരോ കൺട്രീസിനും ഓരോ ടാർഗറ്റ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ ഫസ്റ്റത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ടു മേക്ക് യൂസ് ഓഫ് നാച്ചുറൽ പ്രോസസ് കോൾഡ് സിങ്ക്. നാച്ചുറൽ ആയിട്ടുള്ള പ്രോസസ്സ് യൂസ് ചെയ്യാനാണ് പറയുന്നത്. അതിൻ്റെ പേര് സിങ്ക് എന്നാണ്. ടു റിമൂവ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഫ്രം ദി അറ്റ്മോസ്ഫിയർ. ഗ്രീൻ ഹൗസ് ഗ്യാസസ് അന്തരീക്ഷത്തിൽ നിന്ന് ഒഴിവാക്കാൻ. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പ്ലാന്റിംഗ് ഓഫ് ട്രീസ്, കൂടുതലും മരങ്ങൾ നട്ടുപിടിപ്പിക്കുക എന്നാണ് പറയുന്നത്. വിച്ച് ടേക്ക് അപ്പ് കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം എയർ. അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ എടുക്കാൻ പറ്റുന്ന വിധത്തിൽ. അടുത്തത് അനദർ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ പ്രോഗ്രാമാണ്. അതിൻ്റെ പേര് ക്ലീൻ ഡെവലപ്മെൻറ്റ് മെക്കാനിസം, CDM എന്നാണ്. വിച്ച് എൻകറേജ് ഡെവലപ്ഡ് കൺട്രീസ് ടു ഇൻവെസ്റ്റ് ടെക്നോളജി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ലെസ് ഡെവലപ്ഡ് കൺട്രീസ്. നന്നായിട്ട് ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിനോട് പറയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ടെക്നോളജിയും ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ ലെസ് ഡെവലപ്ഡ്, അധികം ഡെവലപ്ഡ് ആവാത്ത കൺട്രീസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ. അടുത്തതെന്ന് പറഞ്ഞാൽ തേർഡ് അപ്രോച്ച് വാസ് ഇമിഷൻ ട്രേഡിംഗ്. മൂന്നാമത്തെ അപ്രോച്ച് എമിഷൻ ട്രേഡിംഗ് ആണ്. വിച്ച് അലൗഡ് പാർട്ടിസിപ്പേറ്റിംഗ് കൺട്രീസ് ടു ബൈ ആൻഡ് സെൽ ഇമിഷൻസ്. അലോ ചെയ്യുക ഓരോ കൺട്രീസിനെയും ബൈ ആൻഡ് സെൽ ഇമിഷൻസ് വാങ്ങാനും വിൽക്കാനും. ആൻഡ് ദെയർ ബൈ പ്ലേസ്ഡ് ആൻ എക്കണോമിക് വാല്യൂ ഓൺ ഗ്രീൻ ഹൗസ് ഗ്യാസ് ഇമിഷൻസ്. അതേപോലെ പ്ലേസ് ചെയ്യാൻ ഒരു എക്കണോമിക് വാല്യൂ ഓൺ ഗ്രീൻ ഹൗസ് ഗ്യാസ് ഇമിഷൻസിൻ്റെ ഒരു എക്കണോമിക് വാല്യൂയും കൂടിയും പ്ലേസ് ചെയ്യാനാണ് അവരെ സ്റ്റെപ്പ്. അതേപോലെ യൂറോപ്യൻ കൺട്രീസ് ഇനീഷ്യേറ്റഡ് എമിഷൻ ട്രേഡിംഗ് മാർക്കറ്റ്. യൂറോപ്യൻ കൺട്രീസ് ഒക്കെ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുകയാണ് ഇമിഷൻ ട്രേഡിംഗ് മാർക്കറ്റിന് വേണ്ടിയിട്ട്. ആസ് എ മെക്കാനിസം ടു വർക്ക് ടുവേർഡ് മീറ്റിംഗ് ദെയർ കമ്മിറ്റ്മെൻറ്റ്സ് അണ്ടർ ദി പ്രോട്ടോകോൾ. അതൊരു മെക്കാനിസം ആയിട്ടാണ് അവർ എടുക്കുന്നത്. ടു വർക്ക് ടുവേർഡ് മീറ്റിംഗ് ദെയർ ഓരോ കമ്മിറ്റ്മെൻറ്റ്സ് ഒക്കെ മീറ്റ് ചെയ്യാൻ, നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അണ്ടർ ക്യോട്ടോ പ്രോട്ടോക്കോളിൻ്റെ അണ്ടറിൽ ഓരോ കമ്മിറ്റ്മെൻറ്റ്സ് ഒക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എമിഷൻ ട്രേഡിംഗ് മാർക്കറ്റാണ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത് യൂറോപ്യൻ കൺട്രീസിലൊക്കെ.